തൊഴിൽ പീഡനം ആരോപണം ഉന്നയിച്ച ജോളി മധുവിന്റെ കുടുംബത്തെ കേന്ദ്ര സംഘം ഇന്ന് കാണും. കയർ ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ചികിത്സയിലിരിക്കെ ജോളി മധു മരിച്ചത്. കുറ്റാരോപിതരെ മാറ്റി നിർത്തണമെന്നാണ് കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. SKN കഴിഞ്ഞ ദിവസമാണ് MSMB സംഘം ഈ കയർ ബോർഡ് ആസ്ഥാനത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയത്. ആ ഘട്ടത്തിലാണ് കുടുംബം ഒരു ആക്ഷേപം ഉന്നയിച്ചത്. അതായത് കുടുംബത്തെ കേൾക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. ഉന്നതതല ആളുകളെ, മേലുദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ അന്വേഷണം. തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കുടുംബം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് കുടുംബത്തെ കാണാം, അവരുടെ മൊഴിയെടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് MSME മന്ത്രാലയത്തിൻ്റെ അന്വേഷണ സംഘം എത്തിയത്. അല്പസമയം മുമ്പാണ് ജോളി മധുവിൻ്റെ സഹോദരൻ സിബി ജോസഫും അതോടൊപ്പം മറ്റു രണ്ടുപേരും, അവരുടെ ബന്ധുക്കളായ മറ്റു രണ്ടുപേരും ഈ കയർ ബോർഡ് ആസ്ഥാനത്തേക്ക് എത്തിയത്. അവർക്കിപ്പോഴും ഈ അന്വേഷണത്തിൽ ചില ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് ഉന്നത സ്ഥാനത്തിരിക്കുന്ന, അതായത് ചെയർമാനും മുൻ സെക്രട്ടറിക്കെതിരെയാണ് ജോളി മധുവിൻ്റെ ആരോപണം. അത്തരത്തിൽ ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന രണ്ടുപേർക്കെതിരെ അന്വേഷണം നടത്തുന്നത് അവരുടെ കീഴുദ്യോഗസ്ഥരാണ്. ആ അന്വേഷണത്തിൽ എന്ത് വിശ്വാസ്യത ഞങ്ങൾക്ക് വേണം എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. ബാഹ്യ ഇടപെടൽ ഉണ്ടാകില്ല എന്നാണ് അന്വേഷണ സംഘം ഉറപ്പ് നൽകുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മൊഴി നൽകാൻ വന്നിരിക്കുന്നത്. എന്നാലും ഇവരെ സസ്പെൻഡ് ചെയ്യണം എന്ന ആവശ്യത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. ഈ മേലുദ്യോഗസ്ഥരുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ചില നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ തന്നെ നിരന്തരം വേട്ടയാടിയെന്നായിരുന്നു ജോളി മധുവിന്റെ ആരോപണം. അവരുടെ ശബ്ദ സന്ദേശവും കത്തുമൊക്കെ പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ, നിരന്തര വേട്ടയാടലിന്റെ ഭാഗമായി മാനസിക പിരിമുറുക്കവും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് അവർക്ക് മരണം ഉണ്ടായത്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം വന്നിരിക്കുന്നത്. കുടുംബം നിയമ പോരാട്ടം തുടരും. ഈ അന്വേഷണ സംഘം, അല്ലെങ്കിൽ ഈ അന്വേഷണം കാര്യമായി നടന്നില്ല എങ്കിൽ പോലും പോലീസിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നുണ്ട്. SK.